ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ ഭാഗമായിരുന്നു സലീം കുമാർ. കോമഡി സൂപ്പർ നൈറ്റിലും കോമഡി ഉത്സവത്തിലും ടോപ്പ് സിംഗറിലും ഫ്ലവേഴ്സ് കോമഡി അവാർഡിലുമെല്ലാം തിളക്കമാർന്ന സാന്നിധ്യമായി സലീം കുമാർ നിറഞ്ഞു നിന്നു. ഞാൻ അവസാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് കറുത്ത ജൂതൻ. അതെന്നോടൊപ്പം മാധവൻ എന്ന് പറഞ്ഞ ആളും കൂടി ഉണ്ട്. എന്നിരുന്നാൽ പോലും അതിന്റെ സംവിധായകൻ ഞാനാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഞാനാണ്, നാളെ പോസ്റ്റർ ഒട്ടിക്കുന്നത് ഞാനായിരിക്കുള്ളൂ. ഫ്ലവേഴ്സിന്റെ അരങ്ങുകളിലെ നിറസാന്നിധ്യമായിരുന്നു ചിരിയുടെ തമ്പുരാനായ സലീം കുമാർ. കോമഡി സൂപ്പർ നൈറ്റിൽ സലീം കുമാർ പങ്കുവച്ച പല അനുഭവങ്ങളും പ്രേക്ഷകരിൽ പൊട്ടിച്ചിരി ഉയർത്തി. പെൺകുട്ടികൾക്ക് ഇത്രമാത്രം സലീമേട്ടന്റെ അടുത്ത് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്താണ്? ഒറ്റ റീസൺ ഞാൻ ചോദിച്ചവരോട് എന്താണെന്ന്. നീ നോക്കുന്നത് ഞങ്ങളുടെ കണ്ണിലാണ്, വേറൊരു സ്ഥലത്തും അല്ല, അതിന്റെ പേരിലാണെന്ന് പറഞ്ഞു. മോനെ, അച്ഛൻ ഓരോ വോട്ടിന് തോറ്റുപോയ സ്ഥാനാർത്ഥിയാണെന്ന്. കാരണം എന്റെ കല്യാണം ഇന്നാണെങ്കിൽ നാളെ ഞാൻ സിനിമയിൽ കൊണ്ടത്, മറ്റേന്നായിരുന്നെങ്കിൽ ഇതിന് നല്ല പെൺകുട്ടി കല്യാണം കഴിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് നോൺ സ്റ്റോപ്പ് കോമഡി രംഗങ്ങൾ സമ്മാനിച്ച സലീം കുമാർ ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകരെയും പൊട്ടിച്ചിരിയിലാഴ്ത്തി. അനുഭവങ്ങൾ തുറന്നു പറയുമ്പോഴും നിലപാടുകൾ ആവർത്തിക്കുമ്പോഴും നർമ്മത്തിന്റെ മേമ്പൊടി ചാർത്താൻ മറന്നില്ല. സത്യത്തിൽ അഹങ്കാരിയല്ലേ? അതെ, അത് പറയാൻ വളരെ വിനയമുണ്ട്. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നോ? എന്നങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും കോമഡി സൂപ്പർ നൈറ്റിനു പുറമെ കോമഡി ഉത്സവത്തിലും ടോപ്പ് സിംഗറിലും ഫ്ലവേഴ്സ് കോമഡി അവാർഡിലുമെല്ലാം സലീം കുമാറിന്റെ സാന്നിധ്യം സദസ്സിനെ കയ്യിലെടുത്തു. ഇത് സമഗ്ര സംഭാവനക്കുള്ള അവാർഡാണ്. ഈ സമഗ്ര സംഭാവന എന്ന് പറയുമ്പോൾ പെൻഷൻ പറ്റാറായി, പെൻഷൻ പറ്റണം, പറ്റിക്കൂടെ എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു അവാർഡാണ് ഈ സമഗ്ര സംഭാവന. ചിരിയുടെയും ചിന്തയുടെയും നിലപാടുകളുടെയും തമ്പുരാനായ സലീം കുമാറിന് ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ പ്രണാമം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.